ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനനിലെ 100 ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളെ തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ മറ്റ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതായും സൈന്യം അറിയിച്ചു. ഇസ്രായേലിൽ ഉടനടി വിക്ഷേപിക്കാൻ തയ്യാറായ 100 കണക്കിന് ഹിസ്ബുള്ള റോക്കറ്റുകളെയാണ് IDF യുദ്ധവിമാനങ്ങൾ തകർത്തത്. ലോഞ്ചറുകളിൽ ഏകദേശം 1000 ലോഞ്ച് ബാരലുകൾ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട്. തെക്കൻ ലബനനിലെ നിരവധി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഉടമസ്ഥതയിലുള്ള നിരവധി കെട്ടിടങ്ങളും ആയുധ ആക്രമണം നടത്തിയതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിലുണ്ടായ ആൾനാശത്തെക്കുറിച്ചോ നാശനഷ്ടങ്ങളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ല. 40ഓളം ഇസ്രായേലി ജെറ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിലെ നിരവധി കമ്മ്യൂണിറ്റികളിലെയും നഗരങ്ങളിലെയും സിവിലിയന്മാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ IDF പ്രസിദ്ധീകരിച്ചു. കമ്മ്യൂണിറ്റികളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ സംരക്ഷിക്കാനും ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം തുടരാനുമാണ് നിർദ്ദേശം. അതേസമയം കുടിയൊഴിപ്പിക്കപ്പെട്ട വടക്കൻ നിവാസികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് യുദ്ധലക്ഷ്യമെന്നും ലക്ഷ്യം നിറവേറ്റുന്നതിനായി IDF ലെബനനിൽ ആക്രമണങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ബന്ദികളെ തിരിച്ചയക്കാനും ഹമാസിനെ തകർക്കാനുമുള്ള ശ്രമം തുടരുമെന്നും ഗാലന്റ് കൂട്ടിച്ചേർത്തു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നലെ നടന്ന യോഗത്തിൽ വടക്കൻ മുന്നണിയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘത്തെ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കാനിരിക്കെയാണ് ലെബനനിലെ വ്യോമാക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.